തിരുവനന്തപുരം തുമ്പയിൽ നാടൻ ബോംബേറുണ്ടായി. നെഹ്റു ജംഗ്ഷന് സമീപം ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ബോംബെറിഞ്ഞത്. രണ്ടുപേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, നാടൻ ബോംബാണെങ്കിലും ഭീകരാന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് മനസ്സിലാകുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്താണ് ലക്ഷ്മി, ഈ തുമ്പ നെഹ്റു ജംഗ്ഷന് സമീപമാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം നാടൻ ബോംബ് എറിഞ്ഞത്. രണ്ട് ബോംബുകളാണ് എറിഞ്ഞുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഏതാണ്ട് 12 മണിയോടെയായിരുന്നു ഇങ്ങനൊരു അപകടമുണ്ടായത്. ഈ അഖിൽ, അപ്പൂസ് എന്നീ പേരിലുള്ള 2 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ അഖിൽ നേരത്തെ കാപ്പ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആൾ കൂടിയാണ്. നമ്മൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബൈക്കിലെത്തിയ സംഘം ഷമീർ എന്നയാളുടെ വീടിന് നേർക്കാണ് ബോംബെറിയുന്ന സാഹചര്യം ഉണ്ടായത്. അഖിലും അപ്പൂസും അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ അഖിലിന്റെ കൈക്ക് ഗുരുതര പരിക്കമേറ്റിട്ടുണ്ട്. പിന്നിൽ കഴക്കൂട്ടം സ്വദേശി ഒരാളാണ് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. പക്ഷേ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വേണമെന്നും പോലീസ് പറയുന്നുണ്ട്. പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 2022 മറ്റും നടന്നൊരു ആക്രമണത്തിന്റെ അതിന്റെ ഒരു തിരിച്ചടിയാണ് ഇത് എന്നുള്ളതും ഒരു വിവരവും നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം വേണം. അതായത് ഒരു പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ടായതാണ്. 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ചേരിപ്പകയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യാക്രമണം എന്ന നിലയിലാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് തന്നെ ലഭ്യമാക്കണം. തുമ്പ പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രതികൾക്കായുള്ള തിരച്ചിലും തുടരുന്നു. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.